അസ്സലാമു വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ. ഇന്ന് പറയാൻ പോകുന്ന അമൽ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ മാറ്റിമറിച്ച ഇസ്മാണ് പറയാൻ പോകുന്നത്. ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറ്റിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ്. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഈ ഇസ്മ പതിവാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അള്ളാഹുവിന് 99 പേരുകളുണ്ടെന്ന് മഹാന്മാർ കിതാബിൽ രേഖപ്പെടുത്തിയ കാണാം. 99 പേരുകളിലും ഓരോ പേരിനും അതിൻ്റെ മഹത്വങ്ങൾ ഉണ്ടെന്നും മഹാന്മാർ വിശദീകരിച്ചതായി കാണാം. ഈ ഇസ്മുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്മാണ് യാ ലത്തീഫ് എന്ന് പറയുന്ന ഒരു ഇസ്മ. പല ആളുകളും യാ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ പതിവാക്കാറുണ്ട്. ഞാൻ പറയുന്ന കണക്കനുസരിച്ച് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങൾ അത് പരിഹാരമാവും. യാ ലത്തീഫ് എന്ന ഇസ്മ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന അത്ഭുതമായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. അതിനുശേഷം എത്ര പ്രാവശ്യം ചൊല്ലേണ്ടത്, ഏത് സമയത്താണ് ചൊല്ലേണ്ടത് എന്ന് നമുക്ക് പഠിക്കാം. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഒന്നാം ഗുണം അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായമുണ്ടാകും. നമ്മുടെ ശരീരത്തിൻ്റെ നല്ല ആരോഗ്യമുണ്ടാകും. മനസ്സിന് നല്ല മനക്കരുത്തുണ്ടാകും. അതുപോലെ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ, ജനങ്ങൾക്കിടയിൽ നമുക്ക് ഒരുപാട് പരിഗണന ലഭിക്കാൻ, ബർക്കത്തും ഐശ്വര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ യാ ലത്തീഫ് എന്ന ഇസ്മ പതിവാക്കിയാൽ മതി. അഞ്ചാമത്തെ നമസ്കാരത്തിന് ശേഷവും 129 തവണ യാ ലത്തീഫ് യാ അല്ലാ എന്ന ഇസ്മ പതിവാക്കിയാൽ മറ്റൊരു കണക്ക് മഹത്തുക്കൾ പഠിപ്പിക്കാറുണ്ട്. അതേതാണെന്ന കണക്ക് 16,641 പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ 16,641 പ്രാവശ്യം യാ ലത്തീഫ് എന്ന ഇസ്മ ചൊല്ലിയാൽ അത് എങ്ങനെയാണ് ചൊല്ലേണ്ടത്, എപ്പോഴാണ് ചൊല്ലേണ്ടത് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇശാനസ്കാരത്തിന് ശേഷമാണ് ചൊല്ലേണ്ടത്. നമ്മുടെ ഇശാനസ്കാരം കഴിഞ്ഞ് ആ സ്ഥലത്ത് തന്നെ ഇരിക്കുക. നല്ല മനസ്സോടെ അള്ളാഹു എന്ന ചിന്തയോടെ അവിടെ തന്നെ ഇരിക്കുക. അവിടെ ഇരുന്നു കൊണ്ട് 129 പ്രാവശ്യം ചൊല്ലുക. ചൊല്ലിയതിന് ശേഷം പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തുണ്ട്. ഈ സ്ക്രീനിൽ കാണുന്ന ആയത്ത് ഒരു വട്ടം ചൊല്ലുക. അതിനുശേഷം വീണ്ടും 129 പ്രാവശ്യം ചൊല്ലുക. വീണ്ടും ആ സ്ക്രീനിൽ കാണുന്ന ആയത്ത് ചൊല്ലുക. അങ്ങനെ തുടർന്ന് 129 പ്രാവശ്യം, ഓരോ പ്രാവശ്യവും 129 തവണ വെച്ച് മൊത്തം 129 തവണ ചൊല്ലുക. 129 × 129 നമുക്ക് കിട്ടുന്ന കണക്ക് 16,643. ഓരോ 129 പ്രാവശ്യം ചൊല്ലിയിട്ട് സ്ക്രീനിൽ കാണുന്ന ആയത്ത് ഓതുക. അങ്ങനെ 129 പ്രാവശ്യം വെച്ച് ചൊല്ലുക. അങ്ങനെ 16,641 പ്രാവശ്യം ചൊല്ലി പൂർത്തിയാക്കിയതിനു ശേഷം അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഏതു കാര്യവും അള്ളാഹു സ്വീകരിക്കും. എങ്ങനെ ദുആ ചെയ്യേണ്ടത്? ഞാൻ ചൊല്ലിയ യാ ലത്തീഫിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഞാൻ ചൊല്ലിയ ഈ ആയത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് എൻ്റെ ഹലാലായ ഉദ്ദേശം നീ നിറവേറ്റിത്തരണേ യാ റബ്ബുൽ ആലമീനായ തമ്പുരാനെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.